നമ്മൾ ബാക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ലൈൻസ് നമുക്ക് ബാക്കിൽ കാണാൻ സാധിക്കത്തില്ല. സെറ്റിങ്സിൽ ഒന്നുകൂടെ പ്രസ് ചെയ്യുക. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിന് റിവേഴ്സ് ക്യാമറയുടെ ഡിസ്പ്ലേ കാണിക്കുന്ന സമയത്ത് അതിന് ലൈൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും, എന്നാൽ ചിലതിൽ നമ്മൾ ലൈൻസ് കണ്ടിട്ടില്ല. ഇങ്ങനെ ഒരു ലൈൻ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണോ എന്ന് ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് രാജീവ് വാസുദേവനാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: എം ജി ബ്രോ, റിവേഴ്സ് ക്യാമറയിൽ ലൈൻ കാണിക്കുന്നില്ല, സെറ്റിംഗ് അത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? വണ്ടി സ്വിഫ്റ്റ് ഇസഡെക്സ് പ്ലീസ് റിപ്ലൈ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതായാലും നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. ഇസഡെക്സ് വാഹനത്തിൽ ക്യാമറ വരുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഏതായാലും ഞാൻ ഈ ഡിസ്പ്ലേ ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഞാൻ റിവേഴ്സ് ഗിയറിലോട്ടൊന്ന് എൻഗേജ് ചെയ്യുകയാണ്. വാഹനം റിവേഴ്സ്ഡ് എൻഗേജ്ഡ് ആണ്. ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ലൈൻസ് നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് 3 ഓപ്ഷൻസ് വരുന്നുണ്ട്: ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, ഗൈഡ് ലൈൻസ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഗൈഡ് ലൈൻസ്. ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ലൈൻസ് നമുക്ക് ബാക്കിൽ കാണാൻ സാധിക്കത്തില്ല. സെറ്റിങ്സിൽ ഒന്നുകൂടെ പ്രസ് ചെയ്യുക. നമുക്ക് ഈ ഗൈഡ് ലൈൻസ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കുമ്പോൾ ഗൈഡ് ലൈൻസ് വരുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റും എന്ന് ചോദിച്ചാൽ, ബ്രൈറ്റ്നസ് നമ്മൾ ക്ലിക്ക് ചെയ്തു 7 ആണ്. നമുക്ക് എത്രത്തോളം വെട്ടം വേണം, ഇനി വെട്ടം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ നമുക്ക് വെട്ടം കുറയ്ക്കാൻ സാധിക്കും. ഒരു ഏകദേശം 5 ഒക്കെ നോർമലാണ്. അത് കഴിഞ്ഞ് കോൺട്രാസ്റ്റ് വരുന്ന സമയത്ത് കോൺട്രാസ്റ്റ് ചെയ്ത് കണ്ടോ നമുക്ക് ആ ഒരു കാണാനുള്ളൊരു വെളിച്ചം, കോൺട്രാസ്റ്റ് എത്രത്തോളം വേണം, ബ്രൈറ്റ്നസ് അല്ല, ഒരു കളർ എത്രത്തോളം കൊടുക്കണം എന്നുള്ള രീതിയാണ് ഈ കോൺട്രാസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ കോൺട്രാസ്റ്റ് കുറയ്ക്കും തോറും ഡാർക്കർ ആവും. ഇത് ഏകദേശം 5 ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇപ്പോൾ ഈ ഇരിക്കുന്നൊരു കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എല്ലാം അപ് ടു ദ മാർക്കാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ വേറൊരു പ്രശ്നം ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ അഡീഷണലായിട്ട് പിടിപ്പിക്കുന്ന ചില ക്യാമറാസിൽ ഈ ഗൈഡ് ലൈൻസ് അവൈലബിൾ അല്ല. പക്ഷേ മിക്ക ക്യാമറാസിലും ഗൈഡ് ലൈൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ആവേണ്ട. ഈ പറയുന്ന പോലെ സെറ്റിങ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സെറ്റിങ്സ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ആ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷനിൽ തന്നെ അത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗൈഡ് ലൈൻസ് ഓൺ ആകുന്നതായിരിക്കും. അതുകൊണ്ട് ഇനിയിപ്പോൾ ആ ഒരു ടെൻഷൻ ആരും വെച്ചേക്കേണ്ട. ഈ പറയുന്ന രീതിക്കൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ആയിട്ടും കൂടെ ഇട്ടേക്കുക.